أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتخذوا الكافرين أولياء من دون المؤمنين أتريدون أن تجعلوا لله عليكم سلطانا مبينا إن المنافقين في الدرك الأسفل من النار ولن تجد لهم نصيرا إلا الذين تابوا وأصلحوا واعتصموا بالله وأخلصوا دينهم لله فأولئك مع المؤمنين وسوف يؤتي الله المؤمنين أجرا عظيما. ഈ കപടവിശ്വാസികളുടെ സ്വഭാവങ്ങളെക്കുറിച്ചും അവരുടെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് പറയുന്നത്. രണ്ട് കാരണങ്ങളാണ് അത് പറയാനുള്ളത്. ഒന്ന്, വിശ്വാസികൾക്ക് ഏറ്റവും അധികം അപകടവും ഉപദ്രവവും വരാൻ സാധ്യതയുള്ളത് പ്രത്യക്ഷ ശത്രുവാണെന്ന് വിചാരിക്കുന്ന സത്യനിഷേധികൾ എന്നല്ല, മറിച്ച് വിശ്വാസികളായി അഭിനയിക്കുന്ന കപടവിശ്വാസികൾ എന്നാണ്. അതുകൊണ്ട് ആ കപടവിശ്വാസികൾ ആരാണെന്ന് വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി അവരുടെ അടയാളങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഖുർആനിൽ പല സ്ഥലങ്ങളിലും കപടവിശ്വാസികളുടെ മനസ്സിലാക്കാവുന്ന അവരുടെ പ്രത്യേകതകളും സ്വഭാവ വിശേഷണങ്ങളും പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തൊരു കാര്യം, ഒരു വിശ്വാസി ഏറ്റവും അധികം ഭയപ്പെടേണ്ട കാര്യമാണ് നിഫാഖ്, കാപട്യം. ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഈ മദീന സിയാറത്തിന് വേണ്ടി പോകുമ്പോൾ ആൾക്കാർ അവിടെ 9 ദിവസം നിൽക്കും, എന്നിട്ട് 40 ജമാഅത്ത് നിസ്കരിക്കും. അത് സത്യത്തിൽ എന്താ വെച്ചാൽ അങ്ങനെയല്ല. ഹദീസ് ഉണ്ട്, അത് എന്ത് ചെയ്യണം, ഒന്നാമത്തെ തക്ബീറിന് തന്നെ എന്ത് ചെയ്യണം, എത്തുന്ന ജമാഅത്തുകൾക്ക് പങ്കെടുക്കുന്ന ഏത് പള്ളിക്കും ബാധകമാണ്, മദീനത്ത് മാത്രമല്ല പള്ളി. അപ്പൊ അത്രയും തവണ ഒരാൾ എന്ത് ചെയ്യാണ്, ഒന്നാമത്തെ ജമാഅത്തിന് ഒന്നാമത്തെ റക്അത്തിൽ തക്ബീറിന്റെ മുമ്പ് എത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തായാലും ഈ നിസ്കരിക്കണവും ജമാഅത്തിന് പോകണമെന്നും ആൾക്കാരെ കാണിക്കാനാവൂലല്ലോ. അതുകൊണ്ട് ഒരു കാപട്യത്തിന്റെ ലാഞ്ചന പോലും നിഫാഖ് ഇല്ല എന്ന് പറയാൻ പറ്റും, അങ്ങനെ ഒരാൾ പോവുകയാണെങ്കിൽ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. പക്ഷെ ആളുകൾ തെറ്റായി മനസ്സിലാക്കി അത് മദീനത്ത് മാത്രമല്ല, അത് ട്രാവൽസിനൊക്കെ ഒരു സൗകര്യമാണ്. കാരണം മദീനത്ത് കുറച്ച് എക്സ്പെൻസ് കുറവാണ്. അപ്പോൾ ഒരു 9 ദിവസം ആൾക്കാർ അവിടെ പാർപ്പിക്കാൻ ഒരു സൗകര്യമാണ് ഈ ട്രാവൽസിന്, അങ്ങനെ ഒരു സൗകര്യമാണല്ലോ. അപ്പം നിഫാഖ് എന്നുള്ളത് നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യമാണെന്നർത്ഥം, പേടിക്കണം. കാരണം എന്താ വെച്ചാൽ ഈ ഏറ്റവും നരകത്തിന് ദറക്കാത്താണ്, എന്നാൽ താഴത്തേക്കാണ് നരകം. സ്വർഗത്തിന് ദറജാത്താണ്. ദറജാത്തിന് മേലക്ക് ഇങ്ങനെ പ്രമോഷൻ ആകണതിനാണ് പറയുന്നത് ദറജാത്ത്. അടീക്കടിക്ക് പോകുന്ന തട്ടുകൾക്ക് പറയാ ദറക്കാത്ത്. മേലക്ക് കയറുന്ന സ്റ്റെപ്പുകൾക്ക് ദറജാത്ത് എന്ന് പറയും, അടീക്ക് പോണതിന് ദറക്കാത്ത് എന്ന് പറയും. ഇപ്പം ഏറ്റവും അടിയിലെ തട്ടിലാണ് ആര്? മുനാഫിക്കുള്ള ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. അതിന് കാരണം എന്താ വെച്ചാൽ ഒരു അവിശ്വാസി ചെയ്യണതെല്ലാം ആര് ചെയ്യുന്നുണ്ട്? കപടവിശ്വാസി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പ്ലസ് ആണ് എന്ത്? മുസ്ലിങ്ങളെ പറ്റിക്കുക, ചതിക്കുക, വഞ്ചിക്കുക, നിരുത്സാഹപ്പെടുത്തുക, അധൈര്യപ്പെടുത്തുക, അവരെ അവഹേളിക്കുക, അപമാനിക്കുക, ഇങ്ങനത്തെ കുറച്ച് എക്സ്ട്രയും കൂടി ഉണ്ടെന്നുള്ളൂ. ഒരു കാഫിർ ചെയ്യുന്ന എല്ലാ പരിപാടിയും ആര് ചെയ്യുന്നുണ്ട്? മുനാഫിക്ക് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഇതും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെ വരിക? അവിശ്വാസികൾ കിടക്കണേൻ്റെ അടിയിലല്ലേ കിടക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർന്ന്, നരകത്തിന്റെ അഗാധ തട്ടിലാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. ധാരാളം കാരണങ്ങളുണ്ട് അതിന്, മനസ്സിലായില്ലേ? അപ്പം പിന്നെ ഈ ഒരു കാഫിർ ചിലപ്പോൾ ആ കുഫറിനോടുള്ള ആത്മാർത്ഥത കൊണ്ടാവാൻ ചെയ്യുന്നുണ്ടായിരിക്കുക. ഒരു മുനാഫിക്ക് ഒരിക്കലും എന്ത് ചെയ്യൂല, ഒരാരോടും ആത്മാർത്ഥത കാണിക്കാത്ത ആളാണ് ഒരു കപടവിശ്വാസി എന്ന് പറഞ്ഞു. ഇപ്പം ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഇപ്പം ഈ കപടവിശ്വാസികളുടെ സ്വഭാവങ്ങളിൽപ്പെട്ട ഒരു സ്വഭാവമാണ് ഇവിടെ പറയണത്.
എന്താ പോലെ സ്വഭാവം എന്ന് വെച്ചാൽ ഇസ്ലാമിനെ ഏറ്റവും ശക്തമായി നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, ഏറ്റവും ശക്തമായി അതിനെ എതിർക്കുന്ന, എന്തെങ്കിലും ഒരു പഴുത് കിട്ടിയാൽ മുസ്ലിങ്ങളെ വംശഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമായിട്ട് ഒരാത്മബന്ധം, ഒരു ഹൃദയബന്ധം കേട്ടോ, എല്ലാ രഹസ്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കത്തക്ക വിധത്തിൽ ഉള്ള ഒരു ആത്മബന്ധം വലാ ഉണ്ടാക്കാൻ ഒരു മുനാഫിക്കിന് പറ്റും. അത് മുനാഫിക്കിന്റെ ഒരു വിശേഷണാണ്. മുനാഫിക്കിന് എപ്പോഴും ആത്മബന്ധം ആരോടായിരിക്കും? മുസ്ലിങ്ങളോടാവൂല. ആരോടാവും? ഇസ്ലാമിന്റെ ശത്രുക്കളോടാവും. അപ്പൊ അത് അവരുടെ ഒരു സിഫത്താണ്. മുനാഫിക്കിന്റെ ഒരു പ്രത്യേകതയാണെന്ത്, അവർക്കെപ്പോഴും ബന്ധം അവരോടേക്കാരം. ഇപ്പൊ ചിലപ്പോൾ ഞമ്മക്ക് തന്നെ തോന്നുന്നത്, ഇപ്പൊ നമ്മുടെ ഈ സലഫിയത്തിനോടും നമ്മുടെ ഈ തൗഹീദിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന പല ആളുകൾക്കും നമ്മളാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. അതെങ്ങനെ ആകണത്? നമ്മളെപ്പോഴും കുറച്ചെങ്കിലും ഇപ്പോൾ ഓലോട് യോജിക്കണത് നമ്മളല്ലേ. നമ്മളോടാണ് ഏറ്റവും വലിയ വിരോധം. ആരോടുള്ളതിനേക്കാളും ഇസ്ലാമിന്റെ കൃത്യമായ ആദർശ ശത്രുക്കളോടുള്ളതിനേക്കാളും വലിയ വിരോധം ആരോടാണ്? അതെന്താ എങ്ങനെ വരുന്നത് അറിയാം. അതെങ്ങനെ സംഭവിക്കുന്നില്ല. കുറച്ചും കൂടെ ഒക്കെ ആദർശപരമായി യോജിക്കണവരോടല്ലേ നമുക്ക് ബന്ധം ഉണ്ടാവുക. നേരെ തിരിച്ചാൽ പലപ്പോഴും കാണാം. ഇപ്പൊ വിശ്വാസികളോട് കടുത്ത ശത്രുത, എന്നാൽ വിശ്വാസികളോടൊപ്പമാണെന്ന് പറയുന്ന അവർക്ക് ആത്മബന്ധം ആരോടാണ്? ശത്രുക്കളോടാണ് തോന്നുന്നത്. അങ്ങനെ ആത്മബന്ധം ഉണ്ടാകുന്നതിൻ്റെ ഒരു അപകടമായിട്ട് ഇസ്ലാം പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മളത് ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ശരിയോട് ശത്രുത കാണിക്കുന്നവനോട് നമുക്ക് എന്തുണ്ടാകും? ഒരകൽച്ച ഉണ്ടാവും. നമ്മളെ വാപ്പാനെ ചീത്ത അറിഞ്ഞവനോട് നമുക്കൊരു വിഷമം ഉണ്ടാവൂലേ? നമ്മളല്ല ചീത്ത അറിഞ്ഞത്. ആരെ ചീത്ത അറിഞ്ഞത്? നമ്മളെ വാപ്പാനെ ചീത്ത അറിഞ്ഞത്. എന്നാലും നമുക്കൊരു വിഷമം ഉണ്ടാവൂലേ? അതെന്തുകൊണ്ടാ? നമ്മളെ ചീത്ത അറിഞ്ഞുകൊണ്ടല്ല, വാപ്പയും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധം കൊണ്ടാണ്. അപ്പൊ ഇസ്ലാമിനോടൊരു ബന്ധമുണ്ടാകുമ്പോൾ ഇസ്ലാമിനോട് ശത്രുത വെക്കുന്നവരോട് നമുക്ക് എന്തുണ്ടാകും? ഒരകൽച്ചയുണ്ടാകും. അതൊരു സ്വാഭാവിക. ആ അകൽച്ച അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? അതിൻ്റെ അർത്ഥം ഇസ്ലാമിനെ അവൻ ശരിയായി അംഗീകരിക്കുന്നില്ല, അതിനെ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ആ സത്യത്തിന്റെ കക്ഷിയാണെങ്കിൽ ആ സത്യത്തോട് സ്നേഹവും ആ സത്യത്തിനെ എതിർക്കുന്ന ആളുകളോട് നമുക്ക് എന്തുണ്ടാവും? അതിനോടുള്ളൊരു പ്രതിഷേധവും നമുക്കുണ്ടാവൽ സ്വാഭാവികമായി ഉണ്ടാവേണ്ടതാണ്. വായിക്കുമ്പോൾ പറയാം നമുക്ക് അല്ലേ, യാ അയ്യുഹല്ലദീന ആമനു, യ സത്യവിശ്വാസികളെ, ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ, സത്യനിഷേധികളായ ആളുകളെ നിങ്ങൾ എന്താവരുത്? ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്. മിൻ ദൂനിൽ മുഅ്മിനീൻ, എന്താണ്? വിശ്വാസികളെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വിശ്വാസികളെ കൂടാതെ അവിശ്വാസികളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത് എന്നാണ്. അപ്പൊ ഈ ആത്മമിത്രങ്ങളായി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരോടൊരു സൗഹൃദമോ ബന്ധമോ പാടില്ല എന്ന് ഇതിനർത്ഥമില്ല. കാരണം സൗഹൃദവും ബന്ധവും അനുവദനീയമാണെന്ന് ഖുർആൻ മറ്റു സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. വാഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ അൻ തബർറുഹും, അവരോട് പുണ്യം ചെയ്യണം, അവർക്ക് നന്മ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സൗഹൃദ ബന്ധങ്ങൾക്ക് എന്തല്ല, ഈ ആശയങ്ങൾ തടസ്സമല്ല. പിന്നെ എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ ആദർശത്തോടും വിശ്വാസത്തോടുമുള്ള ആത്മബന്ധം അതിന് തകരാറ് വരുത്തുന്ന രൂപത്തിൽ ശത്രുക്കൾക്ക് നമ്മളെ വകവരുത്താൻ ഒറ്റുകൊടുക്കുന്ന, അവർക്ക് നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുക്കുന്ന, നമ്മളെ തകർക്കാൻ അവരെ സഹായിക്കുന്ന നിലപാടുകൾ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ മതപരമായ കാര്യങ്ങളിൽ നമുക്കുണ്ടാവുന്ന ഒരു ബന്ധം, വിശ്വാസികളോടൊരു ബന്ധം ഉണ്ടാവും, നമ്മുടെ ബന്ധുക്കളോട് നമുക്കൊരു ബന്ധം ഉണ്ടാവും, അയൽവാസിനോടൊരു ബന്ധം ഉണ്ടാവും. അതേപോലെ നമ്മുടെ മതത്തിൽപ്പെട്ടവരോട് നമുക്കൊരു ബന്ധമുണ്ടാവും. അതെല്ലാ മതസ്ഥർക്കും ഉണ്ടാവും. അവനവന്റെ മതത്തിൽപ്പെട്ട ആളുകളോട് എന്തുണ്ടായിരിക്കും? ഒരു ബന്ധം, ആത്മബന്ധം. ആ ആത്മബന്ധത്തിന് ഇസ്ലാം വളരെ വലിയ വില കൽപ്പിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇത് മനസ്സിലാക്കുന്നത്. ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാ മിൻ ദുനി, സത്യവിശ്വാസികൾക്ക് പുറമെ, സത്യവിശ്വാസികളെ കൂടാതെ അവിശ്വാസികളെ നിങ്ങൾ ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത്. അപ്പൊ അത് എന്താ ഇവിടെ പറയാൻ കാരണം? കപടവിശ്വാസികളായ ആളുകൾ അങ്ങനത്തെ ഒരു ആത്മബന്ധം ആരോട് കാണിക്കുന്നുണ്ട്? ആ കപടവിശ്വാസികൾ കാണിക്കുന്ന ആ ആത്മബന്ധം നിങ്ങൾ കാണിക്കാൻ പാടില്ല.
അപ്പൊ അവർ ചെയ്യുന്നൊരു തെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങനെ ചെയ്യൽ തെറ്റാണെന്ന് വിശ്വാസികളെ അള്ളാഹു ഉണർത്തുകയാണ്. അടുത്ത ഈ ആയത്തിന്റെ ബാക്കി ഭാഗം നമ്മൾ വളരെയധികം ഗൗരവത്തോടെ പരിഗണിക്കണം. എന്താണ് അടുത്ത വാചകത്തിൽ പറയുന്നതെന്ന് അറിയുന്നത്? ഇതൊരു വല്ലാതെ നമ്മളെയൊക്കെ, അതായത് അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ നിസ്സാരവൽക്കരിച്ച് പ്രവർത്തിക്കുന്ന, ഹറാമുകൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പേടിക്കേണ്ട ഒരു താക്കീതാണ് അള്ളാഹു ഇത് വിരോധിച്ചതിന് ശേഷം ഇവിടെ നൽകുന്നത്. എന്താണ് ആ താക്കീത്? നോക്ക് നിങ്ങൾ. അത്തുരീദൂന അൻ തജഅലൂ ലില്ലാഹി അലൈക്കും സുൽത്താനം മുബീന. എന്താ അർത്ഥം എന്നറിയോ? നിങ്ങളോട് ഇത്രയൊക്കെ വ്യക്തമായി ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഇസ്ലാമിന് ദോഷകരമായ രൂപത്തിൽ സത്യനിഷേധികളായ ആളുകളോട് ആത്മബന്ധം പുലർത്തരുത് എന്ന് ശക്തമായി പറഞ്ഞിട്ടും നിങ്ങൾ അത് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കുവാനുള്ള വളരെ ശക്തമായ ഒരു തെളിവ് അള്ളാഹുവിന് കിട്ടും. അതൊരു ഭയങ്കര വാണിംഗ് ആണ്. എന്താണ് ആ വാണിംഗ് അറിയോ? നമ്മളോട് അള്ളാഹ് ഒരു കാര്യം വിരോധിച്ചതായിട്ട് വ്യക്തമായി നമുക്ക് അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ അറിയിപ്പുണ്ടല്ലോ, ആ വാണിംഗ്, അത് നമ്മളെ അള്ളാഹുവിന് ശിക്ഷിക്കാനുള്ള ഏറ്റവും വലിയ രേഖയാണ്, തെളിവാണ്. അതെങ്ങനെ മനസ്സിലാവുക വെച്ചാൽ കുറച്ച് വ്യക്തമായി മനസ്സിലാവും. പിന്നെ ശിക്ഷ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? എന്തിനാ പടച്ചോ എന്നെ ശിക്ഷിച്ച് എന്നെ ഇടങ്ങാറാക്കിയെന്ന് ചോദിക്കുമ്പോൾ അവനോട് എന്താ തിരിച്ചു പറയാ? എന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേന്ന് ചോദിക്കൂലേ നമ്മള്? എന്നോട് ഞാൻ ഇതൊക്കെ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു തന്നതല്ലേ എന്ന് പറയില്ലേ? അപ്പൊ ദയല്ലേ ഉണ്ടാവുക? ആ നേരത്തെ പറഞ്ഞ തെളിവിനെ ഉദ്ധരിക്കുകയാണ് ചെയ്യുക. നോക്കൂ നിങ്ങൾ ആ പ്രയോഗം. അത്തുരീദൂന, നിങ്ങൾ ഉദ്ദേശിക്കുകയാണോ? അൻ തജഅലൂ ലില്ലാഹി അലൈക്കും സുൽത്താനം മുബീന, നിങ്ങൾക്കെതിരെ അള്ളാഹുവിന് വ്യക്തമായ ഒരു രേഖ, ഒരധികൃത രേഖ ഉണ്ടാക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ എന്നാണ്. നിങ്ങൾ നിങ്ങളെ ശിക്ഷിക്കാനുള്ള തെളിവ് എടുക്കുകയാണോ? നിങ്ങളെ ശിക്ഷിക്കാൻ അള്ളാഹുവിന് പൂർണ്ണമായും എന്താണ് ന്യായം ഉണ്ടാക്കുന്ന ഒരു തെളിവാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്. കാരണം നിങ്ങളോട് ഇത്ര വ്യക്തമായി ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ചെയ്താൽ. അപ്പൊ നമ്മളിപ്പോൾ ഈ വയലും പ്രസംഗവും പ്രഭാഷണങ്ങളൊക്കെ കേൾക്കണം. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മൾ എന്ത് കേട്ടാലും രണ്ടിലൊന്ന് സംഭവിക്കും. എന്താ രണ്ടിലൊന്ന്? ഹുജ്ജത്തുൻ ലക ഔ അലൈക. ഒന്നില്ലെങ്കിൽ നമുക്ക് അനുകൂല തെളിവാകും, അല്ലെങ്കിൽ നമുക്ക് പ്രതികൂല തെളിവാകും. രണ്ടിലൊന്ന് ആകാതിരിക്കൂല. പലിശ വാങ്ങരുതേ എന്നിപ്പോ നമ്മൾ കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പലിശ വാങ്ങാതിരിക്കുകയാണെങ്കിൽ ആ ആയത്തിനെ പിന്തുടർന്നു എന്നുള്ളതിൻ്റെ ഒരു അനുകൂല തെളിവുണ്ടാവും. പിന്നെയും പലിശ വാങ്ങുകയാണല്ലോ, കേട്ടിട്ട് പിന്നെയും അതിനെതിരെ പ്രവർത്തിച്ചു എന്ന നമുക്കെതിരായ തെളിവായിട്ട് ആയത്ത് അവിടെ നിലനിൽക്കും. മനസ്സിലായില്ലേ? അപ്പൊ അള്ളാഹു നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എന്ത് കേട്ടാലും ഹുജ്ജത്തുൻ ലക ഓ അലൈക. ഒരു സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്, പിന്നെ ജീവിക്കുന്നവൻ വ്യക്തമായ തെളിവ് കണ്ട് ജീവിക്കാനും നശിക്കുന്നവൻ വ്യക്തമായ തെളിവ് കണ്ട് നശിക്കാനും. എന്താ? നന്നാകുകയാണെങ്കിൽ നല്ല ആധികാരിക വിവരവും പ്രമാണവും കിട്ടിയെന്നെ നന്നായിക്കോട്ടെ. ഇനി ശിക്ഷക്കർഹനാവുകയാണെങ്കിലോ ഇതൊക്കെ കേട്ടിട്ട് പിന്നെയും പിഴച്ചു പോയാൽ അത് പിഴക്കൽ ശരിക്കാകണത് അപ്പോഴാണല്ലോ. അറിയാതെ പിഴക്കണോന്നല്ലല്ലോ പിഴച്ചാൾ. ഒക്കെ കിട്ടിയിട്ട് പിഴച്ചോട്ടെ. അതിനാണ് ഞാൻ അതൊക്കെ പറഞ്ഞിരുന്നത്. പിഴക്കണം തെളിവ് കിട്ടിയിട്ട് പിഴച്ചോട്ടെ, നേരാകണം തെളിവ് കിട്ടിയിട്ട് നേരായിക്കോട്ടെ. യഹ്യാ മിൻ ബയ്യിനത്തിൻ, തെളിവ് കിട്ടിയിട്ട് ജീവിക്കുന്നവൻ തെളിവ് കിട്ടി ജീവിക്കട്ടെ, നശിക്കുന്നവൻ തെളിവ് കിട്ടി നശിക്കട്ടെ എന്നാണ്. അപ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്രതികൂലമാകാം, നമുക്ക് അനുകൂലമാകും. ഇപ്പം നിങ്ങൾ അടുത്ത ദിവസം നിങ്ങൾ കണ്ടതേക്കാർ ഈ പലിശൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയും, അയാൾ എത്ര എടുത്തേ? നിങ്ങൾ 70 ലക്ഷം എടുത്തു.
എന്നിട്ട് 60 ലക്ഷം അടച്ചു. ഇനി അടക്കേണ്ടത് എത്രയാണ്? 58 ലക്ഷം. ആലോചിക്കണം നിങ്ങൾ. ഇത്രയൊക്കെ മനുഷ്യന്മാരെ പറ്റിച്ചിട്ടും ആൾക്കാർക്ക് ഇത് മനസ്സിലാകാത്തൊരു കാര്യം വെച്ചിട്ടുണ്ട്. ഹലാലും ഹറാമൊക്കെ എന്ത് ചെയ്യുക, മാറ്റി വെക്കണം എന്നാണ് ഒരു അഭിപ്രായമെങ്കിൽ 70 ലക്ഷം എടുത്തിട്ട് 60 ലക്ഷം അടച്ചിട്ട് ഇനി എത്ര അടക്കണം? 58 ലക്ഷം അടക്കണം. അപ്പോൾ ഒന്ന് ആലോചിക്കണം നിങ്ങൾ. ഇങ്ങനെയൊക്കെ വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടും ആൾക്കാരെന്ത് ചെയ്യും? അതന്നെയാണ് പരിപാടിയൊക്കെ. ജീവിതത്തിൽ രക്ഷപ്പെടരുത് എന്ന് അവനാനാണ് തീരുമാനിച്ചാൽ പിന്നെ ഇപ്പം അതിന് വേറെ പരിഹാരമാർഗമൊന്നും ഇല്ലല്ലോ. ആ കാര്യം അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് അത്ര വേലുണ്ട്. ഇനി എന്താ പറയണത്? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ വലൻ തജിദ ലഹും നസ്വീറാ. ഇന്നൽ മുനാഫിഖീൻ, തീർച്ചയായും എന്താണ്? കപടവിശ്വാസികളായ ആളുകൾ. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ, അവർ നരകത്തിന്റെ ഏറ്റവും എന്താണ് അടിയിലെ തട്ടില്. ഫിദ്ദർക്ക് പിന്നെ ദറക്കാത്തും ദറജാത്തും. ഞാൻ പറഞ്ഞു ദറജാത്ത് പറഞ്ഞാൽ സ്റ്റെപ്പ് ഇങ്ങനെ മേലേക്ക് കയറിപ്പോണ തട്ടുകളാണ്. ദറക്കാത്ത് പറഞ്ഞാൽ അടീക്കടീക്ക് പോവുക. എത്ര അടീക്കാണ് ഇപ്പൊ നരകം എന്നുള്ളത്. അതിഭയാനകമായി എന്ത് ചെയ്യണം മനുഷ്യൻ. അത് ഈ അടീക്കടീക്ക് പോകുക എന്നുള്ളതിൻ്റെ ഒരു ഭീകരത എന്താണെന്നറിയോ? അടീക്കടീക്ക് പോകുക പറഞ്ഞാൽ ഇതിൻ്റെ ചൂട് കൂടുക എന്നുള്ളതിനോടൊപ്പം തന്നെ എന്താണ്, അടിയിൽ നിന്ന് ചൂട് വരുമ്പോൾ അതിൻ്റെ ഏറ്റവും തീവ്രമായ എന്താണ് അവസ്ഥയിൽ ആ കത്തിനോടത്തേക്കാണ് എത്തുകയാണ്. ശരി, കത്തിനോടത്തേക്ക് എത്തണം ഒന്നത്. രണ്ടാമത്തെ അതിൻ്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, മനുഷ്യന് ഈ അടീക്കടീക്ക് പോകും തോറും മനുഷ്യൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടല്ലേ. ഞാൻ പറഞ്ഞത് അടീക്കടീക്ക് പോകും തോറും, അഗാധതയിലേക്ക് പോകും തോറും തിരിച്ചു വരാനുള്ള പ്രതീക്ഷ നഷ്ടപ്പെടണം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ അതാണ് ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ. നരകത്തിൻ്റെ നിശ്ചയമായും കപടവിശ്വാസികൾ നരകത്തിൽ നിന്നും ഏറ്റവും താഴെ പടിയിൽ. അസ്ഫൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ എന്നാണ്. നമ്മൾ അക്ബർ എന്നൊക്കെ പറയില്ലേ, അസ്ഗർ എന്നൊക്കെ പറയില്ലേ, അതേമാതിരിയാണത്. ഏറ്റവും താഴെയാണ് അവർ. അസ്ഫൽ മിനൻ നാർ, നരകത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലാണ്, താഴെ പടിയിലായിരിക്കും കപടവിശ്വാസികൾ ഉണ്ടാവുക. എന്താണ് പിന്നെ അഷറുൽ ഹാലാത്ത് മിനൽ ഇഖാബ്, ശിക്ഷയുടെ ഏറ്റവും ഭയാനകമായ അവസ്ഥ. വഹും തഹ്ത സാഇരിൽ കുഫാർ, കാഫിരീങ്ങളെയും താഴെ, അവിശ്വാസികളെയും താഴെ. എന്താ അവിശ്വാസികളെ താഴെ വരാൻ കാരണം? ഞാൻ പറഞ്ഞില്ലേ, എന്താണ്? ലിഅന്നഹും ശറകൂഹും ബിൽ കുഫ്രി ബില്ലാഹ് വമുആദാത്തി റുസുലിഹി. അതായത് ഒരു കാഫിർ ചെയ്തത് മുഴുവൻ ഇവർ ചെയ്തിക്കണ്. പിന്നെ എക്സ്ട്രാ ഉണ്ട്, ഓൽക്ക് പ്ലസ് ഉണ്ട്. എന്താ പ്ലസ്? വസാദു അലൈഹിമുൽ മക്ര വൽ ഹദിയ, അതിന് പുറമെ കുറെ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും ചതികളും വിശ്വാസികളോട് മിൻ അൻവാഇൽ അദാവലിൽ മുഅ്മിനീൻ, കഠിനമായ ശത്രു. എന്തൊക്കെ കാഫിറിന് ഇല്ലാത്ത കുറെ എക്സ്ട്രാ വർക്കുണ്ട്. അപ്പൊ പിന്നെ കാഫിറിൻ്റെ ഒപ്പിടാൻ പറ്റുമോ? അതിന്റെ മേലിടാൻ പറ്റുമോ? അതുകൊണ്ടാണ് താഴത്ത് കൊണ്ടുപോയത് എന്നാ പറയണത്. മനസ്സിലായില്ലേ? അപ്പോ മാത്രല്ല, വിശ്വാസികളെ അവർ പറ്റിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ അലാ വജ്ഹിൻ ലാ യശ്ഉറു ബിഹി, ഒരിക്കലും ഒരു വിശ്വാസിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത നിഗൂഢമായ രഹസ്യമായ വഴികളിലൂടെയാണ് അവർ വിശ്വാസികളെ പറ്റിച്ചത്. അതുകൊണ്ട് പോലെ എവിടെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് മറ്റുള്ളവർക്കൊന്നും അർഹതല്ലാത്ത അത്രയും വലിയ കഠിനമായ ശിക്ഷ അവർക്ക് കിട്ടുന്നത്. അവിടുന്ന് അവർക്ക് രക്ഷപ്പെടാൻ വലൻ തജിദ ലഹും നസ്വീറ വലൻ തജിദ ലഹും മസീറ വലം തജിദ ലഹും മുൻഖിദും മിൻ അദാബി, ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരാളെയും അവർക്ക് കണ്ടെത്താൻ പറ്റൂല. വലാ നാസിർ, ഒരു സഹായിയെയും കാണാൻ പറ്റില്ല. യദ്ഫഉ അൻഹും ബഅദ ഇഖാബി, ആ ശിക്ഷകളെ പ്രതിരോധിക്കുന്ന ഒരാളെയും കാണാൻ പറ്റൂല എന്നാണ്. ഇന്ന് നോക്കുങ്ങൾ, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇത്രമാത്രം അപകടത്തിലാണ് ഞാൻ എന്ന് അറിയുമ്പോൾ ഒരു കപടവിശ്വാസിക്ക് ഒരു മനംമാറ്റം ഉണ്ടാവൂലേ? ഞാൻ എന്തായാലും ഇങ്ങനെയൊന്നും ആകാൻ പറ്റൂലല്ലോ എന്നൊരു ഇതൊക്കെ ഒരു നേരിട്ട് കേൾക്കല്ലേ അള്ളാഹിൻ്റെ വചനങ്ങൾ. ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ എന്നൊക്കെ അള്ളാഹ് പറയണത് നേരെ കേൾക്കല്ലേ. അപ്പം ഏതെങ്കിലും ഒരാൾക്ക് മാറാൻ മനസ്സുണ്ടെങ്കിൽ അള്ളാഹു അവന് അവസരം നൽകുന്നതാണ്. അതാണ് അള്ളാഹുവിൻ്റെ കരുണയുടെ വിശാലത എന്ന് പറഞ്ഞത്.
അള്ളാഹുവിൻ്റെ കരുണ. എപ്പം ഒരു മനുഷ്യൻ്റെ മനസ്സ് മാറുന്നുവോ ആ മാറ്റത്തോടുകൂടെ അവൻ എന്ത് ചെയ്യും? ഇപ്പം അവൻ ചെയ്യുന്ന ഈ ദുഷ്പ്രവർത്തികളൊക്കെ ചെയ്തിട്ട് ഒരു മനംമാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അതിശ്രേഷ്ഠരായ ഈ വിശ്വാസികളെ പോലെ തന്നെയുള്ള പരിഗണന ഇഹലോകത്തും പരലോകത്തും തരാന്നാണ് പറയണം. ഇഹലോകത്തും പരലോകത്തും അള്ളാഹു തരും എന്നാണ്. അടുത്ത നോക്ക് നിങ്ങൾ. ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വഅതസമൂ ബില്ലാഹി വഅഖ്ലസൂ ദീനഹും ലില്ലാഹ് ഫഉലൈക മഅൽ മുഅ്മിനീൻ വസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അളീമാ. ഇല്ലല്ലദീന താബൂ, കഠിനമായ ശിക്ഷയുണ്ട്, ഇതൊരിക്കലും രക്ഷപ്പെടൂല, നരകത്തിന് അടിയിലെ തട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ് ഇല്ലല്ലദീന താബൂ. എന്താണ്? പശ്ചാത്തപിച്ചവരൊഴികെ എന്നാണ്. താപ എന്ന് മടങ്ങുക. ഈ നിലപാടിൽ നിന്ന്, ഈ കാപട്യത്തിൽ നിന്ന്, കപടവിശ്വാസത്തിൽ നിന്ന് അവർ മടങ്ങുകയാണെങ്കിൽ, അല്ല വിശ്വാസികളിൽ ആരെങ്കിലും സത്യനിഷേധികളുമായി ആത്മബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിച്ചുകൊണ്ട് അവർ തിരിച്ചു വന്നാൽ, ഇല്ലല്ലദീന താബു, അവർ മടങ്ങിയാൽ, വഅസ്ലഹു. ഈ തൗബനെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിൽ പറയുന്ന ഒരു വാക്കാണ് വാസ്ലഹു. അതിപ്പോ ഇമാം നാസിർ സഅദി റഹ്മഹുല്ല മാഇദന്റെ വ്യാഖ്യാനം പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്തിനാണ് അള്ളാഹ് ഇങ്ങനെ ഒരു നിബന്ധന വെക്കണമെന്ന് വെച്ചാൽ, തെറ്റ് ചെയ്യുക, പിന്നെ നന്നാകുക, പിന്നെ നമുക്ക് തെറ്റ് ചെയ്യാൻ തോന്നുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? തൗബ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് തെറ്റിന് പോവുക. അപ്പം അവരെന്ത് ചെയ്യണം? ആ നന്നാവൽ അവരെന്ത് ചെയ്യണം? അവരുടെ മരണം വരെ എന്ത് ചെയ്യണം? തുടർന്ന് കൊണ്ടുപോകണം. അതാണ് തൗബയിൽ പരിഗണിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനം. അതാണ് നസ്ലഹു എന്നാണ്. വാസ്ലഹു, അവരെന്ത് ചെയ്യാൻ? നന്നാകുക. എങ്ങനെ നന്നാകാനാൽ അസ്ലഹു ലഹുൽ ലവാഹിർ വൽ ബവാത്തിൻ, ഉള്ളിലും പുറത്തും നന്നാകണം. അസ്ലഹു എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അവരുടെ ഉള്ളും പുറവും അവർ നന്നാക്കണം. മുനാഫിക്ക് പുറത്തേക്ക് ഇപ്പം നല്ല ആളാണല്ലോ, ഉള്ളല്ലേ മോശമുള്ളൂ. അപ്പോൾ നന്നാകുക പറഞ്ഞാൽ അതിൻ്റെ എന്താ? ഉള്ളിലും പുറത്തും എന്ത് ചെയ്യണം? നന്നാവണം. വഅസ്ലഹു വഅതസമൂ ബില്ലാഹ്, അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. അള്ളാഹുവിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളിലും എല്ലാ ബുദ്ധിമുട്ടുകളിലും എന്തിലും എനിക്കെന്ത് ചെയ്യുക? വദവാമുല്ലജ, എല്ലാ നിലക്കും അള്ളാഹുവിൽ അഭയം തേടുക, അള്ളാഹുവിൽ സമർപ്പിക്കുക, അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. അള്ളാഹു മതി എന്ന നിലക്ക് എന്ത് ചെയ്യണം? അള്ളാഹുവിലേക്ക് കീഴ്പ്പെടുക. അതാണ് ശരിക്കും എന്താണ് അള്ളാഹിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ സത്യത്തിൽ ഈ നന്നാവുക എന്നുള്ള ഈ പെട്ട തന്നെയാണ് അള്ളാഹിനെ മുറുകെ പിടിക്കുക എന്നുള്ളതും. പക്ഷെ എന്താ വെച്ചാൽ അതൊന്നും കൂടെ ഒരു വ്യക്തമാക്കാൻ, കപടവിശ്വാസിയുടെ കാര്യത്തിലാകുമ്പോൾ ഒന്നും കൂടെ വ്യക്തമാക്കാൻ അള്ളാഹു എന്ത് ചെയ്യാണ്? അത് പറഞ്ഞതാണ്. പിന്നെ നോക്ക് നിങ്ങൾ അടുത്ത പ്രയോഗം, വഅഖ്ലസൂദീനഹും ലില്ലാഹ്. വഅഖ്ലസൂദീനഹും, അവരുടെ മതത്തെ അവരെന്ത് ചെയ്യുക? നിഷ്കളങ്കമാക്കുക. നിഫാക്കിന്റെ എതിരാണെന്ത്? ഇഖ്ലാസ്. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നിഫാക്കേ ഇല്ല. ഇഖ്ലാസ് ഇല്ലെങ്കിലേ നിഫാക്ക് വരൂ. അതുകൊണ്ട് നിഫാക്കിനെ ഉന്മൂലനം ചെയ്യലാണ് എന്താണ്? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ. അതാണ് വഅഖ്ലസൂ ദീനഹും ലില്ലാ. അവിടെ ലില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വേറെ ഒരു താല്പര്യവുമില്ലാതെ അള്ളാഹുവിന് നിഷ്കളങ്കമാക്കുക, തങ്ങളുടെ മതത്തെ അള്ളാഹുവിന് നിഷ്കളങ്കമാക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നിഷ്കളങ്കമായി അള്ളാഹുവിന് എന്ത് ചെയ്യുക? സമർപ്പിക്കുക എന്നാണ്. വഅഖ്ലസൂ ദീനഹും ലില്ലാഹ്, അള്ളാഹുവിന് ആത്മാർത്ഥത കാണിക്കുക, നിഷ്കളങ്കമാക്കുക. ഫഉലൈക മഅൽ മുഅ്മിനീൻ, അപ്പോൾ സത്യവിശ്വാസികളോടൊപ്പമായി എന്നാണ്. ആര്? ഈ പശ്ചാത്തപിച്ച് മടങ്ങി നന്നായി വന്ന ആൾക്കാർ വിശ്വാസികളോടൊപ്പമായി എന്ന് പറഞ്ഞാൽ ഇഹലോകത്ത് വിശ്വാസികൾക്ക് കിട്ടുന്ന എല്ലാ ഗുണവും അവർക്ക് കിട്ടും, പരലോകത്തും വിശ്വാസികൾ അനുഭവിക്കുന്ന സ്വർഗവും അവിടുത്തെ സുഖങ്ങളും എല്ലാം അവർക്ക് കിട്ടുന്നതാണ്. ഖുർആനിൻ്റെ പ്രയോഗങ്ങളിലുള്ള അള്ളാഹുവിൻ്റെ കൃത്യത
അതിന് ഉദാഹരണം പറയുന്ന ഒരു ഭാഗമാണ് ഈ അവസാന ഭാഗം. അള്ളാഹുവിൻ്റെ പ്രയോഗങ്ങളുടെ കൃത്യത അത് ഖുർആനിൽ വലിയൊരു മിറാക്കിളാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കുല്ലിൽ മുഅ്മിനീന യഗുല്ലു മിൻ അബ്സാരിഹിം, കുല്ലിൽ മുഅ്മിനീന യഗുല്ലു മിൻ അബ്സാരിഹിം. എന്താ അർത്ഥം അറിയോ? സത്യവിശ്വാസിയോട് പറയണം അവിടെ കണ്ണുകളെ താഴ്ത്താൻ. അപ്പൊ എന്ത് പറഞ്ഞാൽ മതി? കുല്ലിൽ മുഅ്മിനീന യഗുല്ലു അബ്സാറഹും എന്ന് പറഞ്ഞാൽ മതി. മിന്നു വേണ്ട. എന്താ അർത്ഥം? കണ്ണുകളെ താഴ്ത്തണം. കഴിഞ്ഞു. മിന്നെന്താ? അവരുടെ കണ്ണുകളിൽ നിന്നും എന്നാൽ ആ കണ്ണുകളെ താഴ്ത്തുന്നതിൽ ചില എക്സംഷൻ ഉണ്ട്. അപ്പോ ഒരാള് കല്യാണം കഴിക്കുകയാണ്. അപ്പൊ അയാളെ പെണ്ണിനെ കാണാൻ പോകണം. അത് ഇസ്ലാമിൽ അനുവദനീയല്ലോ. അന്യ പെണ്ണല്ലേ? ആ അന്യ പെണ്ണിനെ നോക്കണം. അപ്പൊ ആ നോട്ടത്തിന് അവന് അനുവാദം കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ആയത്തിൽ അതിനുള്ള ഒരു പഴുത് വേണം. അതുകൊണ്ടാണ് അള്ളാഹുവിടെ മിൻ ഉപയോഗിച്ചതാണ്. അപൂർവം ചില സന്ദർഭങ്ങളിൽ ഒരു സ്ത്രീയെ നോക്കേണ്ട സാഹചര്യമുണ്ടാകും. ഖുർആൻ നിരോധിച്ച ആ നിരോധനം അവസാനിച്ച് പിന്നെ അവിടെ വേറെ വഴിയില്ല അള്ള പറഞ്ഞാൽ. അതുകൊണ്ട് അവിടെ മിൻ എന്നുള്ളൊരു പ്രയോഗം. അപ്പം ആ മിൻ എന്നുള്ള പ്രയോഗം എത്ര സൂക്ഷ്മമാണ്. പിന്നീട് വരുന്ന പല പ്രശ്നങ്ങൾക്കും ആ മിന്ന് കൊണ്ട് എന്തുണ്ടാവും? പരിഹാരമുണ്ടാകും. അതാണ് ഖുർആൻ. അങ്ങനെ ഒരു പ്രയോഗമാണ് ഇവിടെ ഉള്ളത്. എന്താ നിങ്ങൾ വസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അദീമ. മനസ്സിലായില്ലേ? എന്താണ് അവിടുത്തെ പ്രത്യേകത? അല്ല എന്ത് പറഞ്ഞില്ല എന്നറിയോ നിങ്ങൾ? ഇവിടെ ലം യകുൻ വസൗഫ യുഅ്തീഹിം അജ്റൻ അദീമ എന്നാ ശരിക്ക് പറയേണ്ടത്. എന്താണ്? വസൗഫ യുഅ്തീഹിം. പല സ്ഥലത്തും അങ്ങനെ പറഞ്ഞു. എന്താ? അവർക്ക് അള്ളാഹു എന്ത് ചെയ്യും? മഹത്തായ പ്രതിഫലം നൽകും. ഈ തൗബ ചെയ്തു മടങ്ങി എന്നുള്ളതുകൊണ്ട് മാത്രം അവർക്ക് അള്ള ഒരു വാഗ്ദാനം ചെയ്താൽ നടക്കണമല്ലോ. ആർക്കും അള്ള പ്രതിഫലം കൊടുക്കുള്ളൂ? മുമ്പന്നെ നേരായവനും വേണ്ടില്ല, പിന്നെ നേരായ ആളും വേണ്ടില്ല. അവൻ വിശ്വാസിയാണോ അവൻ എന്ത് കൊടുക്കും? മഹത്തായ പ്രതിഫലം കൊടുക്കും. അപ്പൊ അവർക്ക് എന്ന് പറയുന്നതിന് പകരം അവിടെ എന്തെന്നെ ഉപയോഗിച്ചു? സത്യവിശ്വാസികൾക്ക് എന്ന് ഉപയോഗിച്ചു. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. അവർക്ക് എന്ന് പറയുമ്പോൾ ആ തൗബ ചെയ്ത് വന്നവർക്കൊക്കെ എന്ത് ചെയ്യണം? കൊടുക്കണം എന്നാണ്. അത് കൊടുക്കൂല. ഓൻ വിശ്വാസിയായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ആ പ്രതിഫലം കൊടുക്കുള്ളൂ. അത് സാദി പറയുന്നു. ഇവിടെ പറഞ്ഞില്ല എന്താണ്? ലം യഖുൽ വസൗഫ യുഅ്തീഹിം അജ്റൻ അദീമ എന്ന് അല്ല പറഞ്ഞില്ല. മഅന്ന സിയാഖ് ഫീഹിം എന്ന് പറയാവുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ. ബൽ ഖാൽ വസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിന അജ്റൻ അദീമ എന്നാണ് അള്ളാഹു പറയണത്. അപ്പം അത് വളരെ സൂക്ഷ്മതയോടെയുള്ള പ്രയോഗമാണ്. ഈ ഖുർആൻ ഇത്രയും ശ്രദ്ധയോടുള്ള അള്ളാഹുവിൻ്റെ പ്രയോഗങ്ങളാണ് സത്യത്തിൽ എന്താണ് ഖുർആൻ വിമർശകന്മാർ പെട്ടുപോകണ കാര്യം. അതുകൊണ്ടാണ് എവിടെ ഒരു പഴുതുണ്ടാക്കാൻ ശ്രമിച്ചാലും അത് കിട്ടൂല. കാരണം അതിൻ്റെ വഴി അടച്ചിട്ടാണ് അള്ളാഹു എന്ത് ചെയ്യുക? പറയാന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പം ഈ ഔമാ മലക്കത്ത് ഐമാനുകുന്നാണ്. അടിമകൾക്ക് എന്തൊക്കെ അർത്ഥപ്രയോഗങ്ങളുണ്ട് അല്ലേ? അടിമകൾക്ക് എന്തെല്ലാം പ്രയോഗങ്ങളുണ്ട്. അടിമക്ക് നമ്മളെ പിന്നെ പക്ഷേ അവിടെ ഉപയോഗിച്ചത് എന്താണ്? ആ പദത്തിന് വ്യക്തത ഉണ്ട്. അല്ല ഒരാൾക്ക് ഹലാലാക്കി കൊടുക്കുന്ന അടിമ ഏതാണ് എന്ന് അതിന് എന്ത് ചെയ്യും? പല നിലക്കും നമുക്ക് വ്യക്തമാകുന്നതാണ് ആ പദപ്രയോഗം പോലും. വലം കൈ ഉടമപ്പെടുത്തപ്പെട്ടവർ എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്ന് വിചാരിച്ചാൽ അങ്ങനെ അതിന് കുറേ നിയമങ്ങളും കാര്യങ്ങളുണ്ട്. അത് പ്രകാരമാണ് എന്ത് ചെയ്യണത്? അതായിത്തീരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഖുർആന്റെ സൂക്ഷ്മമായ പ്രയോഗങ്ങൾ. വസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിന അജ്റൻ അദീമ. എന്താ അജ്റൻ അദീം? അജ്റൻ അദീം എന്താ? മഹത്തായ പ്രതിഫലം. മഹത്തായ പ്രതിഫലം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു പിന്നെ എല്ലാ സ്ഥലത്തും, ഞാൻ ഈ തഫ്സീറിൽ എപ്പോഴും കാണും, സ്വർഗം പറയുകയാണെങ്കിൽ, സ്വർഗത്തിനെ കുറിച്ച് എവിടെയെങ്കിലും പറയുകയാണെങ്കിൽ അവിടെ ആ മാല ഐനുൻ റഅത്ത് വല ഉദുൻ സമയത്ത്, അതാണ് സാദി എപ്പോഴും ഉപയോഗിക്കുക. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ഹൃദയത്തിലും ചിന്തിക്കാൻ പറ്റാത്ത, അങ്ങനെ പറഞ്ഞാൽ പിന്നെ സ്വർഗം എന്നുള്ളതിനെ പറ്റി പിന്നെ നമുക്ക് എന്തില്ല?
അതിൻ്റെ അപ്പുറത്തേക്ക് പറയാൻ കഴിയൂല. ഒരു കണ്ണും കാണാത്ത പറഞ്ഞാൽ അതിസുഖലോലുപമായി ആഡംബരമായി ലോകത്ത് ജീവിച്ചു പോയവൻ സ്വർഗം കാണുമ്പോൾ അവിടെ ഇതുവരെ കണ്ട ഒന്നും ഉണ്ടാവൂല എന്നാണ്. പിന്നെ എന്തെങ്കിലും ഉണ്ടാകുക? വലാഊദിനും സമയത്തെന്നാൽ നമ്മുടെ മനസ്സിന് സന്തോഷം പകരുന്ന എന്തെല്ലാം നമ്മൾ കേട്ടോ, ആ കേട്ടതൊന്നും ആവൂല. അങ്ങനത്തത് അവിടെ കേൾക്കുക. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അവന് ചിന്തിക്കാൻ പോലും പറ്റൂല എന്നാണ്. അപ്പൊ ഈ സ്വർഗത്തിൽ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓലൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ ചിന്താഗതിയും നമ്മുടെ കാഴ്ചപ്പാടും തന്നെ എന്ത് ചെയ്യും അങ്ങോട്ട് മാറണ ഒരു ലോകമാണ് അതുണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെയാണ് സ്വർഗത്തെക്കുറിച്ച് അവിടെ എന്ത് ചെയ്യുക പറയാന്നാണ്.